ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ധ്യാൻ ദേവു. ഇന്ന് നല്ല കോവക്ക മുട്ടത്തോരൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ നല്ലൊരു മുട്ടത്തോരൻ കോവക്കേൻ്റെ എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. കണ്ടോ, അതിനായിട്ട് ഞാൻ കുറച്ച് കോവക്ക ഇവിടെ ഫ്രഷായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. കണ്ടോ, കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കട്ട് ചെയ്തിട്ട് നമുക്ക് ഇത് കനം കുറഞ്ഞൊന്ന് കട്ട് ചെയ്തെടുക്കാം. കൂടെ കണ്ടോ, ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഒരുപാട് കോഴിമുട്ട ഒന്നും വേണ്ട, നമുക്ക് അളവനുസരിച്ച് 1-2 കോഴിമുട്ട മതി. ഞാനിവിടെ ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, ഒരുപാട് കോഴിമുട്ട വേണ്ട നമുക്ക്. അപ്പോൾ 1-2 കോഴിമുട്ട കൂട്ടിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കോവക്ക എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ധ്യാൻ ദേവ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഷെയറും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഒന്നും മറന്നു പോയത് ലൈക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം ഒന്ന് നോക്കാം. 2 പച്ചമുളക് ആവശ്യമുണ്ട്. കണ്ടോ, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള നല്ല പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതിലേക്ക് ഞാൻ 2 പച്ചമുളകാണ് എടുക്കുന്നത്. ഇനി നമുക്ക് കോവക്കൊന്ന് കനം കുറഞ്ഞൊന്ന് അരിഞ്ഞെടുക്കാം. കണ്ടോ, കനം കുറഞ്ഞ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ കണ്ടോ ഒരു ഓറഞ്ച് കളറായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇത്രയ്ക്കും ഉണ്ട് അരിഞ്ഞെടുത്തപ്പോൾ. ഇനി നമുക്ക് ഒരു കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. കണ്ടോ, തേങ്ങയും മഞ്ഞളും 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കേട്ടോ, നല്ല എരിവുള്ള പച്ചമുളകാണ്. 2 ഞാൻ കാണിച്ചെങ്കിലും ഞാൻ 1 ഞാൻ എടുക്കുന്നത്. കണ്ടോ, കൂടെ ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കണ്ടോ, ഒത്തിരി മഞ്ഞൾ മതി, ഒരുപാട് മഞ്ഞളൊന്നും വേണ്ട. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതൊരു ചീഞ്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കണ്ട, കറിവേപ്പില വേണമായിരുന്നു, പക്ഷേ എൻ്റെ അടുത്ത് ഇല്ലാഞ്ഞിട്ട് ഞാൻ കറിവേപ്പില എടുത്തിട്ടില്ല. കറിവേപ്പില ഇട്ടാൽ നല്ല രുചിയാകും. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലായിരുന്നു, ഞാൻ പുറത്തുനിന്ന് വാങ്ങാറില്ല, വീട്ടിലത്താണ് അധികം എടുക്കാറ്. ഇനി നമുക്ക് കോവക്ക, അരിഞ്ഞു വെച്ച കോവക്ക ചേർത്ത് കൊടുക്കാം. ഇത് നല്ല ഫ്ലെയിമിൽ വേണ്ട, ഒരു മീഡിയം സൈസ് ഫ്ലെയിം വെച്ചാൽ മതി. നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല ടേസ്റ്റിയാണിത്. കോവക്ക മുട്ട ഒഴിച്ചിട്ട് കഴിച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒക്കെ ചേർക്കേണ്ടതുണ്ട്. കണ്ടോ, ഒരു പച്ചമുളകാണ് ഞാൻ എടുക്കുന്നത്. ഇനി നമുക്ക് ഒരു പച്ചമുളകൊന്ന് ചീന്തി ഇട്ട് കൊടുക്കാം. നല്ല എരിവാണ്, അതുകൊണ്ട് ഇതിലേക്ക് 2 പച്ചമുളകിൻ്റെ ആവശ്യമില്ല. ഇനി തേങ്ങയും മഞ്ഞളൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന്, ഇത് കുറച്ച് വേവേ ഉള്ളൂ, പെട്ടെന്ന് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റമാണ്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, എന്ത് രസമാണ് കാണാൻ തന്നെ. ഇനി നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഒന്നൊരു ഫുള്ളായിട്ട് വെന്തിട്ടില്ല, പകുതി വേവായിട്ടുണ്ട്. ആ സ്ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ഫ്ലെയിമിലത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് കണ്ടോ കോഴിമുട്ട ഒന്ന് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇളക്കരുത്, ഇതൊന്ന് ഇങ്ങനെ ഒന്നായിട്ട് മിക്സ് ആക്കരുതെന്നാണ് പറഞ്ഞത്. ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം, ഒന്നായിട്ട് കോവക്കയിൽ മിക്സ് ആക്കരുത്. ഇനി ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ 1 മിനിറ്റൊക്കെ ആയി കാണും. ഇനി നമുക്കൊന്ന് ഇത് തുറന്ന് നോക്കാം. കണ്ടോ, കോഴിമുട്ട ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഒന്ന് സ്ലോയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ട് തന്നെ മൊത്തമായിട്ട് മിക്സ് ചെയ്യേണ്ടതില്ല, അത് കോഴിമുട്ടയ്ക്കായാലും കുറച്ചൊരു വേവുണ്ട്. അപ്പോൾ അതങ്ങനെ മുട്ട വെന്തതിന് ശേഷം ഇങ്ങനെ ഇളക്കിയാൽ മതിയാവും. കണ്ടോ, അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരുപാട് മുട്ട നമുക്ക് ഇതിലേക്ക് ആവശ്യമില്ല, ഒരു 4-5 ഒന്നും എടുക്കരുത്. കണ്ടോ, ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇവിടെ കോവയ്ക്ക മുട്ടത്തോര റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേറൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റിയെടുക്കാം. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കണ്ടോ, അത് ഇനി നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, അപ്പോൾ നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. കണ്ടോ,
നല്ല രുചിയാണിത്. ആ സ്മെല്ല് മുട്ടയുടെ കോവക്കയൊക്കെ വെന്തതിൻ്റെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. ഇത് നൈസായി കട്ട് ചെയ്തെടുത്താൽ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. വല്ലപ്പോഴൊക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ കോവയ്ക്ക എന്ന് പറഞ്ഞാൽ നല്ലൊരു ശരീരത്തിന് ഹെൽത്തി ആയിട്ടുള്ള മാഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾസാണ്. അപ്പോൾ കുട്ടികൾക്കോ മുതിർന്നവർക്കോ എല്ലാവർക്കും നല്ലതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. എൻ്റെ ധ്യാൻ ദേവ് എന്നുള്ള ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഇത് നല്ല നമ്മുടെ കോവയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഓക്കെ, ബായ്.